65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കുന്നംകുളത്ത് തുടക്കമായി. ഇവിടെ 3000-ഓളം വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ 3000-ഓളം അവിടെ രക്ഷിതാക്കളും ഉൾപ്പെടെ ഏകദേശം ഒഫീഷ്യലുകളും 500 പേരോളം ഉണ്ടാകും. അതുൾപ്പെടെ ഏകദേശം 7000 പേർക്കുള്ളൊരു ഭക്ഷണമാണ് ഇവിടെ ക്രമീകരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മുൻ സംസ്ഥാന സ്കൂൾ കായികമേളകളിലും സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിലൊക്കെ തന്നെ ഭക്ഷണം ക്രമീകരിച്ചിരുന്നത് പഴയിടം മോഹൻ ആയിരുന്നു. വർഷങ്ങളായി പഴയിടം മോഹനായിരുന്നു അവിടെ ഭക്ഷണങ്ങൾ ക്രമീകരിച്ചിരുന്നത്. പാചകപ്പുരയുടെ ചുമതല അദ്ദേഹമാണ് നിർവഹിച്ചിരുന്നത്. പക്ഷേ ഈ തവണത്തെ 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊടകര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അയ്യപ്പദാസ് കേറ്ററിംഗ് എന്ന സ്ഥാപനത്തിൻ്റെ ഐക്കൺ യൂണിറ്റാണ് ഇവിടെ ഈ കാറ്ററിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. അവരാണ് ഇവിടുത്തെ ഭക്ഷണം ഒക്കെ ക്രമീകരിക്കുന്നത്. ഇവിടെ വരുന്ന എല്ലാവർക്കും കേരളത്തിൻ്റെ വടക്കേ അറ്റം തൊട്ട് തെക്കേ അറ്റം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരൊക്കെയാണ് ഇവിടെ എത്തുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ ഈ കൊടകര സ്വദേശിയായ അയ്യപ്പദാസാണ്. ചേട്ടാ, വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. വലിയ ഉത്തരവാദിത്തം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന മേളയ്ക്ക് സ്കൂൾ മേളയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ആദ്യമാണ് ജില്ലാ കലോത്സവങ്ങൾ ചെയ്തിട്ടുണ്ട്. 2-3 ജില്ലാ കലോത്സവത്തിൻ്റെ സംസ്ഥാന കലോത്സവം ആദ്യമായിട്ടാണ്. ഇതൊരു താല്പര്യമായിരുന്നു ഇങ്ങനെ നമുക്കൊരു അത് കൂടുതൽ നമ്മുടെ ജില്ലകളൊക്കെ ചെയ്തതാണ്. സംസ്ഥാന കലോത്സവത്തിലെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാന്നുള്ള ലെവലിൽ 4-5 ദിവസത്തോളം ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തിന് ദിവസം ഒരു 7000-ഓളം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാം. അതുണ്ടാക്കണം. 7000 ഒരു നേരമല്ല, പല ടൈപ്പായിട്ടുണ്ട്. ഉച്ചയ്ക്ക് തന്നെ 7000 പേർക്കുള്ള ഭക്ഷണം ഉണ്ട്. ഇപ്പോൾ ഇന്ന് 6500-7000 പറയണേ ആൾക്കാർ കാലത്തുമുണ്ട്. അതുപോലെ തന്നെ കാലത്ത് 5 മണിക്ക് തുടങ്ങും പാലും മുട്ടയും. അത് കഴിഞ്ഞാൽ 7 മണിക്ക് ചായ പ്രാതൽ. അത് കഴിഞ്ഞാൽ 10 മണിക്ക് 11 മണിക്ക് ചായ സ്നാക്സ്. അത് കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായ സദ്യ. അതിൽ പായസം 4 ദിവസവും പായസമുണ്ട്. 4 തരം പായസമാണ് ചെയ്യണത്. അത് കഴിഞ്ഞാൽ ചായയും കടിയുണ്ട്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഭക്ഷണത്തിനൊപ്പം തന്നെ ഏതെങ്കിലും നോൺ വെജ് അതിലൊരെണ്ണം. ഒരു ദിവസം ചിക്കൻ ആണെങ്കിൽ ഒരു ദിവസം ബീഫ്. അങ്ങനെ. എത്ര പേരുണ്ട് സഹായത്തിനായിട്ട്? 35-40ഓളം ആൾക്കാരുണ്ട്. അവരെല്ലാം ചേട്ടൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരാണോ അതോ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ക്രമീകരിച്ച? കുറേ ആൾക്കാർ നമ്മുടെ കൂടെ സ്ഥിരമായിട്ടുള്ളത് തന്നെയാണ്. കുറച്ച് പേരൊക്കെ നമ്മൾ പുറമെ വിളിച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഇത് വലിയൊരു അനുഭവം അല്ലേ? പിന്നെ വലിയൊരു അനുഭവം തന്നെയല്ലേ. നല്ല ലെവലിൽ ചെയ്യുക, ഇങ്ങനത്തെ ഇത്ര വലിയൊരു പരിപാടി ചെയ്യാന്നുള്ളത് നല്ല അനുഭവം തന്നെയാണ്. എന്താ ഇങ്ങനെ ഒന്ന് ഏറ്റെടുക്കാൻ തോന്നിയത്? ഇത്രയും വലിയൊരു പരിപാടി 4-5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി അല്ല. നമ്മളിത് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുക എന്നുള്ളത് ഇങ്ങനെ സംഭവം വന്നപ്പോൾ നമ്മൾ അത് ഏറ്റെടുത്തു. ഇത്രയും കുട്ടികൾക്കൊക്കെ ഇത്രയും ആൾക്കാരെ ഇപ്പം ഇത് കാരണം കൊണ്ടല്ലേ ഇപ്പോൾ എന്നെ ഇൻ്റർവ്യൂ വരെ വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇത്ര വലിയ ഇത് അങ്ങനെ കിട്ടിയാറുണ്ട്. എത്ര വർഷമായി ഈ പാചക രംഗത്ത്? 15 കൊല്ലത്തോളമായി. ഈ 15 വർഷത്തെ അനുഭവം വെച്ചുകൊണ്ടാണ് ഇവിടെ പാചകം. അതെ. ഇത് തീർച്ചയായിട്ടും വലിയ ഒരു റിസ്ക് കൂടിയാണ്. അതെ, വളരെ റിസ്ക് കൂടിയാണ് സംഭവമൊക്കെ. നല്ല ലെവലിൽ കൊടുക്കണം. നല്ല ലെവലിൽ തന്നെ ചെയ്യണം. നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല ലെവലിൽ തന്നെ പരമാവധി ഏറ്റവും എന്നെ കൊണ്ട് നമ്മൾ പറ്റാവുന്ന ലെവലിൽ നമ്മൾ ചെയ്യുന്നു. സാധനങ്ങളൊക്കെ ഇവിടുന്ന് തരുവാണോ അത് നമ്മൾ വാങ്ങിക്കുകയാണ്? സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുകയാണ് ചെയ്യണത്. ബില്ല് കൊടുക്കാനാണ് പറഞ്ഞത്. ബില്ല് കൊടുത്താൽ മതി. ബില്ല് കൊടുക്കാനാണ് പറഞ്ഞത് അവരോട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതിന് പാചകം ചെയ്യുന്നതിനുള്ള വസ്തുക്കളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഇത്രയും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയും നമ്മുടെ എല്ലാം സ്വന്തമല്ല. കുറേയൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. കുറേ നമ്മുടെ സ്വന്തമാണ്. കുറേ കാലം ഇതിൽ പോണാറുണ്ട്. സ്ഥിരമായിട്ട് ഇങ്ങനെ പോണാറുകൊണ്ട് കുറേ പാത്രങ്ങൾ നമ്മുടെ സ്വന്തമുണ്ട്. എന്നാലും കുറേ അധികം പാത്രങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിലും അതുപോലെ കായികമേളയിലും സ്ഥിരമായി പറഞ്ഞു കേൾക്കുന്നൊരു പേരായിരുന്നു പഴയിടം മോഹൻ. അതൊരു വെല്ലുവിളിയാണോ അദ്ദേഹത്തിനോടൊപ്പം എത്തുക? അതൊന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആളൊക്കെ വലിയൊരു മനുഷ്യനല്ലേ. ഒരേ സമയം എത്ര 1000 പേരെ ഇരുത്തി കൊടുക്കാനുള്ള ഇവിടെ 1000 പേരെ ഇരുത്തി കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഒറ്റ സമയം തന്നെ. എല്ലാവരും നല്ല സപ്പോർട്ട്, നല്ല ലെവലിൽ ചെയ്യണം. സഹായിച്ച് എല്ലാം കുഴപ്പമില്ലാണ്ട് മംഗളമായിട്ട് വൈകിട്ടേ. ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിൽ പാചകം ഏറ്റെടുക്കുന്നത്. ഇതിനു മുമ്പായിട്ട് റവന്യൂ തലങ്ങളിൽ, ജില്ലാ തലങ്ങളിൽ, സ്കൂൾ യുവജനോത്സവങ്ങളിലും കായികമേളകളിലൊക്കെ തന്നെ അദ്ദേഹം പാചകം ചെയ്തിരുന്നു. നമുക്കറിയാം ഇവിടെ പാചകപ്പുര രാവിലെ മുതൽ വളരെ സജീവമാണ്. നിരവധി പേരാണ് ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം ക്രമീകരിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരോ സമയത്തും കൃത്യമായി തന്നെ അതിന് ഭക്ഷണങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇവിടെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ, അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്.